ബോച്ചെ, താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ കൂട്ടുകാരെ മണലിൽ കുഴിച്ചിടുന്നത് എന്തിനാണ്? അത് എങ്ങനെ അറിഞ്ഞ്? അതെല്ലാം കുട്ടിക്കറിയാം. കൂട്ടുകാരെ കുഴിച്ചിടാറുണ്ട്, എന്നെയും കുഴിച്ചിടാറുണ്ട്. അത് ഈ മണലിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ കുഴിച്ചു മൂടും. മുഖം മാത്രം ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കഴുത്തറ്റം അത് നമ്മള് എന്നിട്ട് കാല് പൊക്കാൻ നമ്മള് തേങ്ങ നിൽക്കുന്ന കാല് പൊക്കാൻ പറ്റോ, കൈ പൊക്കാൻ പറ്റോ, തല പൊക്കാൻ പറ്റോ, ഏതാണ് പൊന്തിക്കാൻ നിങ്ങൾക്ക് പറ്റാ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കും. ബോബിയും കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നെ കുഴിച്ചിട്ടുണ്ട്. ബോബി ഫിസിക്കലി കരുത്തനാണോ? പിന്നെ അടികൊണ്ടാ തറ വീഴൂ? ഇല്ല. എന്തുവാ പഠിച്ചിട്ടുള്ള? കുംഫു പഠിച്ചോ? എവിടെ പോയി പഠിച്ചു? അത് സ്കൂള് കോളേജിലൊക്കെ ഒരുപാട് കാലമായിട്ട് പഠിച്ചു. ഐ എം എ ഗുഡ് ഫൈറ്റർ. ഫൈറ്ററാണ്. അല്ല, പഞ്ചപിടുത്തം, ഫൈറ്റ്. അല്ലെ, കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജോലിയിൽ ഉണ്ടാകും. പെർഫെക്റ്റ് അല്ലേ? ഇതിനിടയ്ക്ക് ഡോക്ടർ ഓഫ് ഫിലോസഫി കിട്ടിയോ? പിന്നെ ഡോക്ടർ ബോച്ചെ. അത് ഓണറിങ്. കറുത്ത കോട്ടൊക്കെ പോയി വാങ്ങിച്ചോ? പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട്. അന്ന് ആദ്യമായിട്ടായിരിക്കും വെള്ളക്കോട്ടില്ലാതെ ഒരു സാധനം ചെയ്തത്. അത് ഈ 812 ഓട്ടം ചാരിറ്റി ഒക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മള് ഇന്ത്യയുടെ ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷന്റെ രക്ഷാധികാരിയാണ് ഞാൻ. അങ്ങനെ പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്ത നന്മകൾ വെച്ചിട്ട് ഒരു ബഹുമാന സൂചകമായിട്ട് തന്ന ഡോക്ടറേറ്റ് ആണ്. ഈ PhD ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവാർഡ് ചെയ്യുന്ന PhD ഉണ്ടല്ലോ, ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെയും ബോച്ചെ അങ്ങനെ വല്ല കാശ് വല്ല ചെലവാക്കി? അങ്ങനെയില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ഈ 812 റോട്ടിക്കൂടെ ഓടിയത് ജനങ്ങള് ദിവസേന കണ്ടുകൊണ്ടിരുന്നതാണ്. പലരും AC റൂമിലിരുന്ന് കാശ് കൊടുത്ത് വാങ്ങണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ തെളിവ് റോട്ടിലാണല്ലോ. ആർക്കറിയാത്ത കിലോമീറ്റർ റോട്ടിൽ ഓടിയതല്ലേ, കാശ് കൊടുത്താൽ കിട്ടുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള ഇപ്പൊ ഇന്ത്യ റെക്കോർഡ്, ലിംക റെക്കോർഡ്, അങ്ങനെ എനിക്ക് കുറെ റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ഒരുപാട്. അതൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തിലായിരുന്നു? പീസ്. വേണ്ടാത്ത കാര്യങ്ങൾ പിന്നെ അപ്പൊ അവരൊക്കെ ഇത് തരണമെങ്കില്, അല്ലെ എത്രയോ കോടീശ്വരന്മാർക്ക് ഇത് വാങ്ങിച്ചൂടെ? അത് തരണമെങ്കിൽ അവര് നമ്മൾ ഷൂട്ട് ചെയ്തതും അവരുടെ ആൾക്കാർ വൈകിയും റെക്കോർഡ്, ചിപ്പ്, ഷൂല് ഇതൊക്കെ വെച്ച് സാറ്റലൈറ്റ് നമ്മൾ ഓടണതൊക്കെ വെച്ചിട്ട് ഫുൾ പ്രൂഫ് കൊടുത്താലുള്ള ഈ പ്രൂഫൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കും. ആർക്ക് വേണേ പോയി നോക്കാം ആർക്ക് എന്ത് റെക്കോർഡ് കിട്ടി എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ബോബി ഒരു സ്ഥലത്തും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഫോണൊക്കെ വരുമ്പോ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇല്ല, ബോച്ചേ ഉള്ളൂ. അത് പലരും എന്നെ വിളിക്കുന്ന ഡോക്ടറിനൊക്കെ. ബോച്ചെ മലപ്പുറത്ത് കണ്ടെന്ന് ഇറങ്ങിയപ്പോഴേ ഈ ഫാൻസ് എല്ലാം പൊക്കിയെടുത്ത് എങ്ങാണ്ടോ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇടിക്കോട്ട് ചെയ്തോ? ഇല്ല, ഇടിച്ചില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വിചാരിച്ചു. അവരെ എടുത്തോണ്ട് പോയി. അതായത് ഞാൻ ഈ യാചകയാത്ര നടത്തിയല്ലോ തിരുവനന്തപുരത്തുനിന്ന് 34 കോടി രൂപയ്ക്ക് വേണ്ടി. 1 കോടി ഞാൻ കൊടുത്തു, ബാക്കി പൈസക്ക് വേണ്ടി. ഞാൻ ഇതിൽ ഇറങ്ങുമ്പോ 2 കോടി 40 ലക്ഷം രൂപ ആണ് ആ സംഘടന കളക്ട് ചെയ്തത്. 2 ആഴ്ച സമയം അതിനുള്ളൂ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ അയാളുടെ തല വെട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഞാൻ റോട്ടിലിറങ്ങി യാചിച്ചു, ഒരുപാട് പേരോട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ആവശ്യത്തിൽ കൂടുതൽ പൈസയായി. അത് കഴിഞ്ഞ് മലപ്പുറം വഴി കോഴിക്കോട്ടേക്ക് വരികയാണ്. കുറെ പേര് അറിഞ്ഞു ആ വഴിക്ക് വരുന്നുണ്ട്, അവിടെ എവിടെയോ നിർത്തി ചായ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കുറെ കാറുകളും ഇതൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഉമ്മയെ കാണാൻ വരണമെന്ന് പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ ഉമ്മയെ കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൗത്യം തീർന്നു, കാശായല്ലോ, ഇനി അബ്ദുറഹീം വരുമ്പോ ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ അർഹിക്കാത്ത പലർക്കുമാണ് സ്വീകരണങ്ങളും അത് ഇതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഇറങ്ങിത്തിരിച്ച ആൾ ഇതുവരെ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ വന്നോളം പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ബലമായിട്ട് എടുത്ത് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ 1/2 കിലോമീറ്റർ ദൂരം വീട്ടിലേക്ക് എത്താൻ 3 മണിക്കൂർ സമയമെടുക്കും. അത്ര തിരക്ക്, ഒരു മണൽത്തരി വീഴില്ല, അത്രയും തിരക്ക്. അതൊക്കെ സന്തോഷം, സ്നേഹമാണ്. അത് വേറെ ഒന്നുമല്ല, അവർ തരുന്ന സ്നേഹം. എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം, രോമാഞ്ചം ഉണ്ടായത് എവിടെയാന്ന് വെച്ചാല് അമേരിക്കയിൽ നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് ഒരു സായിപ്പ് എന്നെ വിളിച്ചിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അത് മലയാളികളുണ്ട്. അപ്പൊ സായിപ്പിനെ കാണിച്ചു കൊടുക്കുകയാണ്, വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ മലയാളികൾ പിരിച്ചു ഇത്ര, ഇങ്ങനെ ബോച്ചെ എന്ന് പറഞ്ഞ ആളാണ്, യാചകനായിട്ട് ഇറങ്ങി കഥയൊക്കെ പറയാം. അപ്പൊ സായിപ്പ് എന്നോട് പറയാണ്, ഇത് അമേരിക്കയിലായിരുന്നെങ്കിൽ 34 കോടി പോയിട്ട് $34,000 പോലും കിട്ടില്ല. എന്താ അമേരിക്കയിലത്? അല്ല, അങ്ങനെയാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അതൊന്നും കാശ് കൊടുക്കാനൊന്നും ആളില്ല. അപ്പൊ ഈ മലയാളികള് സംഭവം ചെളി വാരി എറിയും, അവസരങ്ങൾക്കൊക്കെ കാൽവെട്ട്, കുതികാൽവെട്ട് എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ശരിയായ ഒരു ആവശ്യം, ഒരു സഹോദരന്റെ ജീവൻ, ജാതി, മതം, രാഷ്ട്രീയമൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിന്ന്, അല്ല ലോകത്തിന് മാതൃകയില്ലേ. ബോച്ചെ ഈ പൈസ ആവശ്യം വരികയോ എന്തെങ്കിലും പൊതു പ്രശ്നം ഉണ്ടാകുമ്പോഴോ പിച്ചക്കാരന്റെ റോളിലങ്ങ് ഇറങ്ങുന്ന ആള് പറയുന്നത്. അങ്ങനെ ഇറങ്ങിയപ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ വേറൊരു ഗുണമുണ്ടായി. അബ്ദുൾ റഹീമിന്റെ തല പോയില്ല എന്ന് മാത്രമല്ല, ഈ കാശ് കിട്ടിയത് കൊണ്ട്. ഈ പൈസ കിട്ടിയില്ല, ഞാൻ തെണ്ടി
ഒരു തെണ്ടിയായി മാറി എന്നെ. യാചിച്ച് യാചിച്ച് ഡോക്ടർ തെണ്ടി. ഡോക്ടറേറ്റ് ആയി ഡോക്ടർ തെണ്ടി. ഡോക്ടർ തെണ്ടിയായി പോയ. ബോച്ചെ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദിച്ച ദിവസം എന്നാ? ഏറ്റവും എന്നുവെച്ചാൽ ഈ അങ്ങ് ആർമാദിച്ചങ്ങ് ആഹ്ലാദം വന്നു. ഒരുപാട് കാര്യമുണ്ട്. ഇപ്പൊ അടുത്തുണ്ടായത് ഈ യാത്രയില് ഞാൻ തൃശ്ശൂർ എത്തിയപ്പോഴും 8 ചില്ലാൻ കോടി രൂപയുടെ കുറവ്. അപ്പൊ ഇനി കാസർഗോഡ് എത്തിയാലും ഒരു 5-6 കോടി ഞാൻ ഇടേണ്ടി വരും. എന്തായാലും ഇറങ്ങി തിരിച്ചു, അബ്ദുൾ റഹീമിനെ രക്ഷിച്ചേ പറ്റൂ. അപ്പോ അങ്ങനെ കണക്കുകൂട്ടിയൊക്കെ നിൽക്കുകയാണ്. സാറിലെ പോട്ടെ, ഇറങ്ങിയതല്ലേ എന്നോർത്തിട്ട് ഞാൻ തൃശ്ശൂർ എത്തിയപ്പോ അമ്മ വിളിച്ചു. അപ്പൊ എനിക്ക് പേടി, അമ്മേനെ എപ്പോഴും പേടിയാണ്. അമ്മയെ പേടിയുണ്ടോ? അമ്മയെ ഭയങ്കര പേടി. ലോകത്ത് ഒരാളെങ്കിലും പേടിയുണ്ട്? അമ്മ പഴയ ഒരു 9ാം ക്ലാസ് ആണ്. പ്ലെയിനിൽ കയറാൻ പേടി, അങ്ങനത്തെ ഒരു പഴഞ്ചൻ സ്റ്റൈലാണ്. പാവ നല്ല അമ്മയാണ്. അത്യാവശ്യം അടിയൊക്കെ ഉണ്ടായിരുന്നു? അടി ഇപ്പോഴും കിട്ടും. അടുത്ത് വെക്കണ്ടേ ചൂലും കെട്ടെടുത്ത് അടിക്കുക. പക്ഷേ അങ്ങനെ അടികിട്ടി വളർന്നാൻ തോന്നത്തില്ല. കണ്ടാ പറയത്തില്ല കേട്ടോ. എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പൊ വിളിച്ചപ്പോ ഞാൻ ഇതിന് ഇറങ്ങുമ്പോ തന്നെ എന്നെ ചീത്ത പറഞ്ഞിരുന്നു. നീ എന്താന്ന് വെച്ചാൽ ഡൊണേഷൻ കൊടുക്കുക. അന്ന് ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടുള്ള സമയമാണ്. നീ വഴി കൂടെ മുഴുവൻ തെണ്ടി ഇങ്ങനെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊന്നും കേൾക്കില്ല. ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പൊ തൃശ്ശൂർ എത്തിയപ്പോ മോനെ നീ നിർത്തിക്കോ എന്ന് പറയാൻ, ചീത്ത പറയാൻ വിളിച്ചാന്ന് പറഞ്ഞു. തൃശ്ശൂർ എത്തിക്കിട്ടി. പിന്നെ വീട്ടിൽ പോണം. ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ എന്താ, വിളിച്ചിട്ട് പറഞ്ഞു, മോനെ 1 ലക്ഷം രൂപ അബ്ദുറഹീമിന് നീ കൊടുക്ക്. എന്നിട്ട് അമ്മ അതല്ല അതിന്റെ ഞെട്ടല്. അമ്മ എനിക്കറിയാം, പാവമാണ്, പഴഞ്ചൻ ഇതാണ്. പിശുക്കത്തിയായ അമ്മ 1 ലക്ഷം എടുത്തു തന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ബോബിക്ക് പ്രണയലേഖനം എഴുതുന്ന പരിപാടി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം അത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടോ? അത് ഞാനിങ്ങനെ എഴുതി ശീലമായി പോയി. അറിയാം. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് പിന്നെ വെറുതെ എഴുതണ ഒരു ഹാബിറ്റാ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയും എഴുതി തരാം. അപ്പൊ ഈ കാർബൺ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതും. അപ്പൊ ഒന്ന് എഴുതിയ മുകളിൽ മാത്രം മാറ്റിയിട്ട് കൊടുക്കാം, ഫ്രണ്ട്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഈ ഹോസ്റ്റലിലാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഈ ഹോസ്റ്റലാകുമ്പോ ഈ ഒരു പരാക്രമ ആവേശം ഒക്കെയാണ്. അപ്പൊ പുഴുങ്ങിയ മുട്ടയൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഒരു പ്രേമലേഖനം കൊടുത്ത 1 മുട്ട തരും. അങ്ങനെയല്ലേ? അന്നത്തെ ഒരു ഓർമ്മ, അത് സ്കൂൾ വരുമ്പോ പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലാണല്ലോ പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലോ മറ്റാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പില് റോഡ് സൈഡില് ഈ ഡേ സ്കൂളേഴ്സിനൊക്കെ പോകാനായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് പെണ്ണുങ്ങൾ വന്ന് നിൽക്കുക. നമ്മൾ ഈ പ്രേമലേഖനം എഴുതിയിട്ട് ഈ ജനലേക്കോടെ ബസ് സ്റ്റോപ്പിലേക്ക് പെണ്ണുങ്ങൾക്ക് അതെ ഹോസ്റ്റലിലാണ്. കാരണം അന്ന് നേരിട്ട് കൊടുക്കാൻ ധൈര്യമില്ല. വലിയ കുറ്റല്ലേ, അവിടെ പോയി കംപ്ലൈന്റ് ചെയ്ത വലിയ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഓർമ്മകളൊക്കെയാണ് ആ സമയത്ത് ഒരു ഇത്. പക്ഷെ ഇപ്പൊ എന്ത് സുഖാന്നറിയാം. ഇപ്പൊക്കെ ഞാൻ നോക്കുമ്പോ പിള്ളേരൊക്കെ കോപ്പി പേസ്റ്റ് പോലെ ഒരൊറ്റ കുത്തിന് 10 ആൾക്ക് പോവും, ഏതെങ്കിലും ഒന്ന് കറങ്ങി വീഴും. അങ്ങനെയാണ് ഇപ്പൊ.